നമസ്കാരം, റിയൽ ന്യൂസ്. പ്രവർത്തന മികവിൽ അവാർഡിന്റെ തിളക്കവുമായി നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. സംസ്ഥാന സർക്കാരിന്റെ 2025 പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കുള്ള അവാർഡാണ് ബാങ്കിന് ലഭിച്ചിരിക്കുന്നത്. സഹകരണ മേഖലയിലെ നിലവിലെ പ്രതിസന്ധികളെ പ്രവർത്തന മികവ്, വൈവിധ്യവൽക്കരണം, കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനം എന്നിവയിലൂടെ മറികടന്നാണ് ബാങ്ക് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2025 പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കുള്ള അവാർഡിൽ 1-ാം സ്ഥാനമാണ് നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന് ലഭിച്ചിരിക്കുന്നത്. സഹകരണ മേഖലയിലെ നിലവിലെ പ്രതിസന്ധികളെ കൃത്യവും വ്യക്തവുമായ പ്ലാനിങ്ങിലൂടെ തരണം ചെയ്താണ് ബാങ്ക് ഈ നേട്ടം കൈവരിച്ചതെന്ന് ബാങ്ക് ചെയർമാൻ കെ മുഹമ്മദ്, വൈസ് ചെയർമാൻ പി മനോജ് കുമാർ, ജനറൽ മാനേജർ ടി പ്രിയരഞ്ജൻ ദാസ് എന്നിവർ പറഞ്ഞു. തിരുവനന്തപുരത്ത് വെച്ചിട്ട് അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ചേർന്ന പരിപാടിയിൽ വെച്ചാണ് സഹകരണ വകുപ്പ് മന്ത്രി ലിജു നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിനുള്ള അവാർഡ് നൽകി. 1955 സ്ഥാപനം ബാങ്കായി മാറിയത്. സഹകരണ മേഖലയിലെ ഏറ്റവും ഉയർന്ന ക്ലാസിഫിക്കേഷനായ ക്ലാസ് ഫസ്റ്റ് സൂപ്പർ ഗ്രേഡ് വിഭാഗത്തിലാണ് ഇപ്പോൾ ബാങ്ക് ഉള്ളത്. ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് പുറമെ കുട്ടമ്പൂർ, നരിക്കുനി എന്നീ സ്ഥലങ്ങളിൽ ഡേ ബ്രാഞ്ചും, നരിക്കുനി, നന്മണ്ട, ചീക്കിലോട്, ബാലുശ്ശേരിമുക്ക് എന്നിവിടങ്ങളിൽ ഈവനിംഗ് ബ്രാഞ്ചും പ്രവർത്തിച്ചു വരുന്നു. ബാങ്കിംഗ് വായ്പാ പ്രവർത്തനങ്ങൾക്ക് പുറമെ നീതി പോളിക്ലിനിക്, നീതി മെഡിക്കൽ സ്റ്റോർ ബാലുശ്ശേരിമുക്ക്, നീതി മെഡിക്കൽ ലാബ് ബാലുശ്ശേരിമുക്ക്, നീതി മെഡിക്കൽ സ്റ്റോർ, കർഷക സേവാ കേന്ദ്രം, നീതി സൂപ്പർ മാർക്കറ്റ്, കേരസമൃദ്ധി വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റ് എന്നിവയും ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനങ്ങളാണ്. നിത്യരോഗികളായ എ ക്ലാസ് അംഗങ്ങൾക്ക് മാസം തോറും ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 1000 രൂപ പെൻഷൻ നൽകി വരുന്നു. പ്രതിഭകളായ വിദ്യാർത്ഥികളെയും കർഷകരെയും എല്ലാ വർഷവും ആദരിക്കുന്നു. ലോക സഹകരണ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിൽ നിന്ന് മൊമെന്റോയും പ്രശസ്തിപത്രവും 1,00,000 രൂപ ക്യാഷ് അവാർഡും ബാങ്ക് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർമാരായ ഭാസ്കരൻ കോട്ടയ്ക്കൽ, OP മൂസക്കോയ, പ്രവീൺ ശിവപുരി, സന്തോഷ് കുമാർ, ബിന്ദു റാണി, നിഷ കൈത്തൂട്ടിയിൽ, പവിത്രൻ, PK രാജൻ, ഫാസിൽ ഖാൻ, ശ്രീരൂപ എന്നിവരും പങ്കെടുത്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.